വെൽക്കം ടു അലാമി കിച്ചൺ. ഇന്ന് നമുക്ക് നല്ലൊരു മീൻ മുളകിട്ടതും അതിൻ്റെ നല്ല അടിപൊളി കോമ്പിനേഷനായിട്ടുള്ള തേങ്ങാപ്പത്തിലും എങ്ങനെ ചെയ്യാൻ നോക്കാം. മീൻ കറിക്ക് വേണ്ടിയിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയ ഉള്ളി, തക്കാളി ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 പീസ് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിൽ വാളംപുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരിളം ചൂടുവെള്ളത്തിൽ വേണം പുളിയിട്ട് വെക്കാൻ. മീനും നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെക്കാം. ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിൽ കുറച്ച് കടുക് ഇടണം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിൽ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ നമ്മൾ മുഴുവനായിട്ടുള്ളത് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ട് വേണം ചേർക്കാൻ. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഒന്നിച്ചിട്ട് തന്നെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. കുടംപുളി വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കളയണം. പുളി മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഒരു ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റ് ഉണ്ട് അതിന്, അതങ്ങ് പോയി കിട്ടും. കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് അടച്ച് വെച്ച് കൊടുക്കണം. അപ്പം പെട്ടെന്ന് തന്നെ ഇതെല്ലാം വാടിയിട്ട് തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരും. ഉള്ളിയും തക്കാളിയെല്ലാം നന്നായിട്ട് വാടി എണ്ണ തെളിഞ്ഞ് വരണം. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കുടംപുളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞ് വയ്ക്കാം. പുളി നമ്മൾ ചൂടുവെള്ളത്തിലിടുന്നത് പെട്ടെന്ന് അത് പിഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ എല്ലാ സത്തും നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു 2 പ്രാവശ്യമെങ്കിലും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. കാരണം മീനിന് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ ഒരു വലിയ സ്പൂണിൽ മല്ലിപ്പൊടി, ആ സ്പൂണിൽ തന്നെ ഒരു 3 സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് നമുക്ക് ആ ഗ്രേവിൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ കലക്കിയെടുത്തപ്പോൾ കുറച്ചും കൂടി ഒരു മുളക് പൊടിൻ്റെ ആവശ്യമുണ്ട്. കാരണം നമ്മൾ മീനിടുമ്പോൾ എന്തായാലും ഇതൊരു ലൂസായിട്ടുള്ള ഗ്രേവി ആവും. അപ്പോൾ നമുക്ക് ഈ ഒരു തേങ്ങാപ്പത്തിൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കിട്ടേണ്ടത്. അപ്പോൾ കുറച്ചും കൂടി മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഇതിനാവശ്യമുള്ള പുളി, ഉപ്പ്, എരിവെല്ലാം ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം കറക്റ്റാക്കിയതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ 1 കിലോ മീനിന് ഒരു 2 മീനിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതിനുള്ള മുളകും ബാക്കിയുള്ള ഐറ്റംസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മീനിപ്പോൾ കുറച്ച് ലൂസ് ഗ്രേവിയാണ് വേണമെങ്കിൽ മുളക് പൊടി കുറച്ചെടുത്താൽ മതി. മീനിട്ട് കൊടുത്താൽ നമ്മൾ അധികം സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കരുത്. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ. വെന്ത് വരുന്നതിന് മുന്നേ ആണെങ്കിൽ ചെറുതായിട്ട് ഇളക്കാം. വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പൂൺ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ അത് അടിഞ്ഞ പോലെ ആയിപ്പോവും. അപ്പോൾ പിന്നെ ലാസ്റ്റ് ചട്ടി പിടിച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിൽ വേറെ പണികളൊന്നുമില്ല. നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ചട്ടിയിലാവുമ്പോൾ നമ്മൾ ഇറക്കി വെച്ചാലും അതിങ്ങനെ തിളക്കും. അപ്പോൾ അത് കാണാനൊരു രസമാണ്. ഇനി നമുക്ക് നമ്മുടെ കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള തേങ്ങാപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു നാഴി പച്ചരിയും ഒരു നാഴി പുഴുങ്ങലരി, നമ്മൾ ചോറ് വെക്കാൻ എടുക്കുന്ന പൊന്നി അരിയാണ് എടുക്കേണ്ടത്. അതിപ്പോൾ രാത്രി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ടാൽ മതി. രാവിലത്തേക്കാണെങ്കിൽ രാത്രി വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ അരി നന്നായിട്ട് കുതിർന്ന് വന്ന് നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്.
ഇനി അതിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ പണ്ട് മുതലേ ചെയ്യുന്നൊരു രീതിയാണ്, ഉമ്മാൻ്റെയും വല്യമ്മാൻ്റെയും എല്ലാം കാലത്തെ ചെയ്യുന്നൊരു രീതിയാണ് പുഴുങ്ങലരിയും പച്ചരിയും കൂടിയും ചേർത്തിട്ട് ദോശ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ചില ആളുകളെല്ലാം പച്ചരിയും ചോറും കൂടി അരച്ചിട്ട് അങ്ങനെയും ദോശ ഉണ്ടാക്കിയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്യാറുണ്ട്. ഈ പുഴുങ്ങലരി ആകുമ്പോൾ അരിഞ്ഞ് കിട്ടാൻ കുറച്ചൊരു പാടായിരിക്കും. അപ്പം ആദ്യം വെള്ളം ഒഴിക്കാണ്ട് നമ്മളതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടി അരിഞ്ഞ് കിട്ടാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുഴുങ്ങലരി അരക്കുന്ന സമയത്ത് അതുപോലെയാണ് ഞാൻ ചെയ്യൽ. ഇതിലിപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇതിൽ കല്ലുപ്പ് ഇടുന്നതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. കല്ലുപ്പാകുമ്പോൾ നമ്മൾ മിക്സിയിൽ തന്നെ ഇട്ട് അരച്ചെടുക്കണം. പൊടിയുപ്പ് ഇടുന്നതിലും കൂടുതൽ നല്ലത് കല്ലുപ്പ് ചേർക്കുന്നത് തന്നെയാണ്. ടേസ്റ്റ് ആണെങ്കിലും ഹെൽത്ത് വൈസ് ആണെങ്കിലും കല്ലുപ്പ് തന്നെയാണ് നല്ലത്. അപ്പോൾ അരിയിൽ 2-3 ബാച്ചായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലാവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒരു അത്യാവശ്യം ചെറിയൊരു ലൂസിൽ തന്നെയാണ് ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് തേങ്ങ വേണം. അപ്പോൾ 2 മീഡിയം സൈസ് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒരു ദോശ ചുടണം. അതിനുവേണ്ടി നന്നായിട്ട് ചൂടായ ദോശക്കല്ലിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒരു ഭാഗം ഒന്ന് റെഡിയായി വരുമ്പം തന്നെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ തിരിച്ചിട്ടതിന് ശേഷമുള്ള ഈ ഒരു സൈഡിലാണ് നമ്മൾ തേങ്ങ വെച്ച് കൊടുക്കേണ്ടത്. നന്നായിട്ട് തേങ്ങ എത്ര വെച്ച് കൊടുക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മളെ ഈ തേങ്ങാപ്പത്തലിന്. അപ്പോൾ അതിലേക്ക് തേങ്ങ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി വേണ്ടത് ഇതിനെ മറിച്ചിടാണ്ട് ഇതിൻ്റെ മേലയിൽ കുറച്ചും കൂടി മാവ് ഇതുപോലെ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ തേങ്ങ മുഴുവനും ആ മാവിൽ കവർ ചെയ്തിട്ട് കിട്ടണം. ആ ഒരു രീതിയിൽ നമ്മൾ പതുക്കെ പതുക്കെ ഒഴിച്ചു കൊടുക്കുക. ഒന്നിച്ചിട്ട് ഒഴിച്ചാൽ മാവ് എല്ലായിടത്തും ഇതുപോലെ സ്പ്രെഡായി കിട്ടൂല. അപ്പോൾ എല്ലാ ഭാഗത്തും ആയിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. മാവ് എല്ലാ സൈഡിലും ആയിട്ടില്ലെങ്കിൽ നമ്മളിത് തിരിച്ചിടുന്ന സമയത്ത് ആ തേങ്ങയിൽ അതിൽ നിന്ന് പോയിട്ട് ആ ഭാഗത്തൊന്നും പിന്നെ തേങ്ങ ഉണ്ടാവില്ല. ഈ മാവിൽ ഒട്ടിപ്പിടിച്ചിട്ട് വേണം തേങ്ങ അവിടെ കിടക്കാൻ. ഈ ഒരു സമയം കൊണ്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് നന്നായിട്ട് വെന്ത് വരും. അതിന് ശേഷം പിന്നെ മേലയിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കുക്കാക്കി എടുക്കണം. കാരണം അവിടെ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാവാൻ മാവ് തേങ്ങൻ്റെ ഉള്ളിലെല്ലാം പോയിട്ട്. അപ്പം ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ 2 ദോശൻ്റെ മാവുണ്ടാവും. പിന്നെ ആ തേങ്ങയും കൂടിയും കൂട്ടുമ്പോൾ നമുക്ക് ഒരാൾക്ക് ഈ ഒരു ദോശ ഒന്ന് കഴിച്ചാൽ തന്നെ വയറ് നല്ല ഫുള്ളാവും. തേങ്ങാപ്പത്തിൽ നമ്മൾ ചായൻ്റെ കൂടെ വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ചൂടോടുകൂടി തന്നെ കഴിക്കണം. അതുപോലെ ആ തേങ്ങ കരിഞ്ഞ ഒരു ഫ്ലേവർ മറിച്ചിടുന്ന സമയത്ത് കുറച്ച് തേങ്ങ അവിടെ ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് പാനിൽ കിടന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കരിഞ്ഞൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടേസ്റ്റും കൂടി വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല കുറുകിയ മീൻകറിയും തേങ്ങാപ്പത്തിലും അടിപൊളി കോമ്പിനേഷനാണ്. ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല. അത്രയ്ക്കും അടിപൊളിയാണ്. തേങ്ങ നന്നായിട്ട് ചേർക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. അതിപ്പോൾ അത്രയും തേങ്ങ 2 നാഴി അരിക്ക് കറക്റ്റായിരുന്നു. 2 മീഡിയം സൈസ് തേങ്ങ 2 നാഴി അരിക്ക് കണക്കാണ്. തേങ്ങ ഇടുമ്പോൾ നമ്മൾ പിശുക്കാൻ പാടില്ല, നല്ലോണം തേങ്ങ ഇടണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.